ശ്രീരാമായ നമോ നമ. സീതാരാം ഗുണാരാമ പുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വരോ. എല്ലാ ബന്ധുജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും നമസ്കാരം. പൗലസ്ത്യവധം എന്നാണ് ഇന്നത്തെ ശീർഷകം. പൗലസ്ത്യൻ രാവണൻ തന്നെ, പുലസ്ത്യന്റെ മകന്റെ മകൻ. ഇങ്ങനെ രാവണന്റെ ഓരോരോ തലകളായി അറുത്തുവെങ്കിലും പിന്നെയും പിന്നെയും വളർന്നു വരുന്ന തലയുമായി രാവണൻ യുദ്ധത്തിൽ വ്യാപൃതനായി. ഇനി ഇതിനെന്ത് പരിഹാരം എന്ന ചിന്തയിൽ പെട്ടുവെങ്കിലും യുദ്ധത്തിൽ നിന്ന് ഒട്ടും പിന്തിരിയാതെ രാമനും മഹാഘോരമായി യുദ്ധം തുടർന്നു. നിലത്തും ആകാശത്തിലും മലമുകളിലുമൊക്കെയായി മാറി മാറി നിലകൊണ്ടുള്ള ആ മഹാരണം കാണുന്ന ജീവജാലങ്ങൾക്കൊക്കെ വലിയ അങ്കലാപ്പ് വളർത്തി. ആദ്യം കാണാൻ രസമുണ്ടെങ്കിലും അതങ്ങോട്ട് കഴിയണില്ല. 28 ദിവസം യുദ്ധം ചെയ്തു എന്നാണ് വേറെ എവിടെയോ പറയുന്നത്. അങ്ങനെ അത് കഴിയുന്നില്ല. രാവും പകലും ഒക്കെ ഉണ്ട് യുദ്ധം രാവും പകലും എന്നല്ല, ഒരു മുഹൂർത്തമോ ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ തുടർന്നു. അങ്ങനെ തുടർന്ന സമയത്ത് എല്ലാവർക്കും തോന്നുന്നു എങ്ങനെയും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥ വന്നു. നമുക്കൊക്കെ അങ്ങനെയുണ്ടോ? ആദ്യം കാണാൻ രസമുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാധനങ്ങൾ എങ്ങനെയും ഒന്നൊന്ന് മാറണം, എന്നിട്ട് വേണം ഇവിടുന്ന് മാറാനുള്ള അവസ്ഥ വരും. ആ മാതിരിയായി ജീവജാലങ്ങൾക്കൊക്കെ. അപ്പൊ മാതിലി തന്നെ ശ്രീരാമചന്ദ്രനെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഈ അധ്യായത്തിന് തുടക്കം. അഥ സംസ്മാരയാമ സമാതലി രാഘവം തഥാ. അപ്പോൾ രാഘവനെ ഓർമ്മിപ്പിച്ചു. അജാനന്യവ കിം വീര, അല്ലയോ വീര, അങ്ങെന്താ അറിയാത്ത മാതിരി ഈ പ്രവർത്തിക്കുന്നത്? എന്തിനാണ് ഈ രാവണനെ ഇങ്ങനെ വച്ചയക്കുന്നത് എന്നാണ്. പൈതാമഹം അസ്ത്രം തന്നെ പ്രയോഗിക്കൂ. പൈതാമഹൻ പിതാമഹനെ സംബന്ധിച്ചത്. ലോകങ്ങളിലെല്ലാം പിതാമഹൻ ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ പ്രത്യേക അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. അത് തന്നെ പ്രയോഗിക്കൂ. രാക്ഷസ ചക്രവർത്തിയുടെ അന്ത്യസമയം എന്ന് ദേവന്മാർ സൂചിപ്പിച്ച സമയം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട് ശ്രീരാമൻ അത് അഭിനന്ദിച്ചുകൊണ്ട് തൻ്റെ തൂണീരത്തിൽ നിന്ന്, തൻ്റെ ആവനാഴിയിൽ നിന്ന് ആ അസ്ത്രത്തിനെ എടുത്തു. വെറുതെ രോഷനിശ്വാസം ചെയ്തു കിടക്കുന്ന പാമ്പിനെ പോലുള്ള ബ്രഹ്മാസ്ത്രത്തെ എടുത്തു. പാമ്പ് വെറുതെ കിടക്കുമ്പോൾ ഇങ്ങനെ ശ്വാസം വലിക്കും. അതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്താലേ ചേറ്റി അതിൻ്റെ സ്വരൂപം എടുക്കുള്ളൂ. ആ മാതിരി വെറുതെ രോഷനിശ്വാസം ചെയ്ത് കിടക്കുന്ന പാമ്പിനെ പോലുള്ള അസ്ത്രത്തെ എടുത്തു, ബ്രഹ്മാസ്ത്രത്തെ. ഇതാണല്ലോ മുമ്പ് അഗസ്ത്യമാമുനി തനിക്ക് വൈഷ്ണവചാപത്തോട് ഒപ്പം തന്നത്. അഗസ്ത്യൻ വൈഷ്ണവചാപം ഒപ്പം ബ്രഹ്മാസ്ത്രമൊക്കെ കൊടുക്കണ്ടായിട്ട് അദ്ദേഹത്തിനെ ചെന്ന് കാണാൻ സമയത്ത് നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷി പ്രിയേഷി തദനുച മുനിന വൈഷ്ണവേ ദിവ്യചാപേ. വൈഷ്ണവമായ ദിവ്യചാപം ബ്രഹ്മാസ്ത്രേ ചാപിദത്തെ. ബ്രഹ്മാസ്ത്രം കൂടി കൊടുത്ത ശേഷമാണ് പിന്നെ പഞ്ചവടിയിൽ വന്ന് താമസിക്കുന്നത്. നാരായണീയത്തിലെ ശ്ലോകമാണത്. അങ്ങനെ അസ്ത്രം എടുത്തു. ഇനി അസ്ത്രത്തിനെയാണ് ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നത്. മൂവുലകും അധീനമാക്കാൻ പുറപ്പെട്ട മഹേന്ദ്രന് പണ്ട് ബ്രഹ്മാവ് നിർമ്മിച്ച് നൽകിയതാണ് ഈ അസ്ത്രം. ഈ അസ്ത്രത്തിൻ്റെ പിടി വായുദേവൻ തന്നെയാണ്. അതിൻ്റെ പിടിയുണ്ടല്ലോ, പിടിയിലാണ് തൂവലൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് വായുദേവനെയാണ് അതിൽ ആവാഹിച്ചു വെച്ചിരിക്കുന്നത്. മുന്നിലെ വായ്ത്തല, ആ വായ്ത്തലയ്ക്ക് സാക്ഷാൽ അഗ്നിദേവനും സൂര്യനും, ഒരാൾ മാത്രമല്ല, ആ രണ്ടുപേരും കൂടിയിട്ടാണ് വായ്ത്തലയ്ക്ക്. ഉടൽ ആകാശമയം. ആ വായ്ത്തല തൊട്ടങ്ങോട്ട് പിന്നാക്കം പിടി വരെയുള്ള ഭാഗത്തൊക്കെ ഒന്നുമില്ല, പൊള്ളയാണ് ആകാശം. എങ്കിലേ വളരെ വേഗത്തിൽ പോകുള്ളൂ. ഘനത്തിന് മേരുമന്ദരങ്ങളും. എന്നാൽ പൊള്ളയാണെങ്കിലും നല്ല കനമാണ്. മേരുവിനെ മന്ദരത്തിനെ ആവാഹിച്ചിട്ടാണ് ആ കനത്തിൽ. അങ്ങോട്ട് തറച്ചു കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കാനൊന്നും പറ്റില്ല. അത്രയും ഘനമുണ്ട്, ഗൗരവമുണ്ട്. അത് ആവനാഴിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ പ്രഭ വിടർത്തുന്ന പൊൻകിട്ടിയ പിടിയോടുകൂടിയ ആ ബ്രഹ്മാസ്ത്രം സകല ജീവികളുടെയും തേജസ് കൊണ്ട് ചമച്ചതാണ്. ഈ ബാണം സൂര്യവീര്യത്താൽ ജ്വലിച്ചു തന്നെ കാണുന്നു. യുഗാന്താഗ്നി പോലെ പുകയോടുകൂടിയ ഈ ഭീകരനാഗരൂപിയായ ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആന, കുതിര, കാലാൾ എന്നിവയൊക്കെ ഒറ്റയടിക്ക് തകർക്കുന്നു. അതുപോലെ വലിയ വലിയ കോട്ടകൾക്കൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഗോപുരങ്ങളെയും കിടങ്ങുകളെയും മലക്കോട്ടകളെയും
കൊടുക്കുന്ന ഈ ബ്രഹ്മാസ്ത്രത്തിൽ പലതരം രക്തങ്ങളും മേധസ്സും പുരണ്ടിരിക്കുന്നു. വജ്രസാരമാണിത്. വജ്രം പോലെ കരുത്താർന്നതാണ്. ഭയമുളവാക്കുന്ന ശബ്ദം ഉയർക്കുന്നതാണ്. ശത്രുപ്പടകളെ തകർത്തെറിയുന്നതാണിത്. കഴിവിനും പരുന്തിനും കുറുക്കനും അരക്കച്ച രാക്ഷസനും ധാരാളം ഭക്ഷണം കൊടുക്കുന്ന ഈ അസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശവശരീരങ്ങളാവും. അപ്പൊ ഈ കഴുകനും പരുന്തും കുറുക്കനും രാക്ഷസരും വന്ന് കഴിക്കും. അവർക്ക് ധാരാളം ഭക്ഷണം കൊടുക്കുന്ന ഈ അസ്ത്രം സാക്ഷാൽ കാലൻ തന്നെയാണ്. ആ അസ്ത്രത്തെയാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ എടുക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ എടുക്കൊന്നുമില്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എടുക്കാതെ വയ്യ എന്നുള്ളത് ഇതിപ്പോ മാതലിയും സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ വേദോക്ത വിധി പോലെ ബലവാനായ രാമൻ ആ അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ചു. ഇക്ഷ്വാകു വംശത്തിൽ ഏവരുടെയും ഭയം എന്നേക്കും അകറ്റാൻ പോകുന്ന ഈ അസ്ത്രം ശത്രുക്കളുടെ കീർത്തിയെ കൂടി നശിപ്പിക്കാൻ ഉള്ളതായിരുന്നു. ഇനി രാക്ഷസന്മാരുടെ കീർത്തിയൊന്നും ഉണ്ടാവില്ല ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്നുള്ള അവസ്ഥ വന്നു. അതെടുത്ത് ശ്രീരാമചന്ദ്രൻ വില്ലിൽ വെച്ച് തൊടുത്ത സമയത്ത് ജീവജാലങ്ങൾ പേടിച്ചരണ്ടു. ഭൂമി കുലുങ്ങി. ആ വില്ല് ആഞ്ഞു വലിച്ചു ശ്രീരാമചന്ദ്രൻ. എങ്കിലും ശ്രദ്ധ ഒട്ടും കളയാതെ മർമ്മങ്ങളെ തകർക്കുന്ന അസ്ത്രം രാവണന്റെ നെഞ്ഞു നോക്കി അയച്ചു. വജ്രം പ്രയോഗിക്കുന്ന വജ്രധനായ മഹേന്ദ്രന്റെ കരങ്ങളാൽ എടുത്തു വയ്ക്കപ്പെട്ട അസ്ത്രം തടുക്കാൻ വയ്യാത്ത മരണം കണക്കെ രാവണന്റെ നെഞ്ചകത്തേക്ക് തുളച്ചു കയറി. ആ ദുഷ്ടഹൃദയന്റെ ഹൃദയം പിളർത്തി നിലം പതിച്ചുകൊണ്ട് ആ അസ്ത്രം നിലത്തെ കൂടി അടർത്തി. പിന്നെ ഉദ്ദിഷ്ടകാര്യശേഷം ആ ബാണം ശ്രീരാമന്റെ അവനാഴിയിലേക്ക് തന്നെ തിരിച്ചെത്തി. വേറെ ചില വാൽമീകി രാമായണമാണല്ലോ നമ്മുടെ ഇത്. വേറെ ചിലയിലൊക്കെ പറയുന്നുണ്ട് അമൃതാണ് രാവണന്റെ വയറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഇതിൽ സൂചിപ്പിച്ച് പറയുന്നില്ല എന്ന് മാത്രം. അപ്പൊ അമൃത് നശിപ്പിക്കണമെങ്കിൽ വയറിലേക്ക് അസ്ത്രം അയക്കണം എന്ന് പറഞ്ഞ ബ്രഹ്മാസ്ത്രം വയറ്റിലേക്കാണ് അയച്ചതെന്ന് പറയാം. പക്ഷെ വലിയ വലിയ യുദ്ധകൗശലമുള്ള യുദ്ധവീരന്മാരൊന്നും വയറ്റിലേക്കോ അല്ലെങ്കിൽ കാലിന്റെ അടിയിലേക്കോ അങ്ങനെയൊന്നും അസ്ത്രം അയക്കില്ല. ആ മർമ്മം മാത്രം നോക്കിയിട്ട് അവരെ അസ്ത്രം അയക്കുള്ളൂ. അതാണ് ധാർമ്മികമായ യുദ്ധം. ഇവിടെ ബ്രഹ്മാസ്ത്രം നെഞ്ഞിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കഥയുണ്ട്. അഗസ്ത്യൻ ഹനുമാനോട് പണ്ടേ പറയത്ര നീ അതിന്റെ ലക്ഷ്യം മാറ്റണമെന്ന്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ നെഞ്ചത്തേക്ക് നോക്കി അയച്ച അസ്ത്രത്തിന് ഹനുമാൻ ഓടിച്ചെന്ന് ആ ബാണത്തിന്റെ ഗതി മാറ്റി അതിനെ വയറിലേക്കാക്കും. അങ്ങനെ വയറിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ അമൃതത്തിനെ നശിപ്പിച്ചുകൊണ്ടാണ് രാവണൻ മരിക്കുന്നത് എന്നൊക്കെ ചില വേറെ രാമായണങ്ങളുടെ കഥയുണ്ട്. പക്ഷെ വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയാണ് മാതിലി പറഞ്ഞ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതങ്ങനെ മാറി പിളർത്തിക്കൊണ്ട് പ്രാണൻ പോയ രാവണന്റെ കൈകളിലെ വില്ലും വീണു, അമ്പുകളും. വജ്രമേറ്റ വൃത്രാസുരനെ പോലെ ആ ശരീരം തേരിൽ നിന്ന് താഴേക്ക് വീണു. ഇത് കണ്ട് ബാക്കിയുണ്ടായിരുന്ന രാക്ഷസ ഹതശേഷ കുറച്ചു പേരെ ബാക്കിയുണ്ടായിരുന്നു. ഒരു ഭയന്ന് നാലുപാടും ഓടി. ജിതകാശികളായ വാനരന്മാർ അവരുടെ മേൽ ചാടി വീണു. ജയിച്ചു എന്ന് ഘോഷിക്കുന്നവർ വാനരന്മാർ അവരെ പിടിച്ച് അടിക്കാനും തൊഴിക്കാനും തുടങ്ങി. കരഞ്ഞു കലങ്ങിയ മുഖവുമായി അവർ ഓടി രക്ഷപ്പെട്ട് ലങ്കാനഗരത്തിലേക്ക് രക്ഷപ്പെട്ടു. അപ്പോൾ വാനരന്മാർ സന്തോഷത്തിമർപ്പോടെ രാഘവന് ജയം പറഞ്ഞു. അപ്പോഴേക്കും മാനത്തും ദേവദന്തുഭികൾ മംഗളഘോഷം മുഴക്കി. ദിവ്യഗന്ധ സുഗന്ധവുമായി തെന്നൽ മെല്ലെ വീശി. അതുവരെ ഭീകരമായ ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഭീകരമായ കാറ്റ് പതുക്കെ അടങ്ങി മെല്ലെ മെല്ലെ ഇളം തെന്നലായി മാറി. രാഘവരഥത്തിന് മുകളിലേക്ക് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ദേവന്മാർ തുടങ്ങി. ആകാശത്തിൽ ദേവന്മാരുടെ സ്വരം കേൾക്കാനായി, ചാരണന്മാരുടെയും കേൾക്കാനായി. അങ്ങനെ മാറി മാറി ശ്രീരാമന്റെ ബലേ എന്ന് പറയുന്നുണ്ട്. ചിലർ ശ്രീരാമ ജയം, ജയ ശ്രീരാമ, ജയ് ശ്രീരാം എന്നും പറഞ്ഞു തുടങ്ങി. അങ്ങനെ ദേവന്മാർക്കും ചാരണന്മാർക്കും വലിയ സന്തോഷം അകത്ത് വളർന്നു. ഇവിടെ സുഗ്രീവനും അംഗദനും വിഭീഷണനും ആഗ്രഹസാഫല്യം കൈവന്നു. ദേവഗണങ്ങൾ പ്രീതരായി, പ്രസന്നരായി. അവർ ദിക്കുകളും തെളിഞ്ഞു, ദിക്കുകളും പ്രസന്നരായി. വാനം വെളുത്തു, ഭൂമി കുലുക്കം ഉപേക്ഷിച്ച് ഉറച്ചിരുന്നു. അതുവരെ ബ്രഹ്മാസ്ത്രം എടുത്ത സമയത്ത് ഭൂമി കുലുങ്ങിയതൊക്കെ ഉറച്ചിരുന്നു. വായു തന്റെ വേഗം കുറച്ച് ഇളം തെന്നലായി ദിവ്യഗന്ധസുഗന്ധിയായിട്ട് വീശി തുടങ്ങി. സൂര്യനും ഒരേ പ്രകാശത്തോടെ നിലകൊണ്ടു. സുഗ്രീവൻ, അംഗദൻ, വിഭീഷണൻ എന്നിവർ ലക്ഷ്മണനെയും കൂട്ടി ശ്രീരാമന്റെ അടുക്കലെത്തി ശ്രീരാമനെ വേണ്ട പോലെ അഭിനന്ദിച്ചു, ആദരിച്ചു. ശ്രീരാമചന്ദ്രനാവട്ടെ
നിഹതരിപുവായി. ആ ശത്രു നശിച്ചു. ശത്രുവിനെ അകറ്റിയ ശേഷം സ്ഥിരപ്രതിജ്ഞനായി തീർന്നു. സ്ഥിരപ്രതിജ്ഞ വെച്ചാൽ ഇനി അദ്ദേഹത്തിന്റെ യശസ്, രാവണനെ കൊന്ന ആള് ഉള്ള യശസ് സ്ഥിരം എത്രയോ കാലം. സതു നിഹതരിപു സ്ഥിരപ്രതിജ്ഞ സ്വജനബലാഭിവൃതോ രണേ ബഭുവ. അങ്ങനെ രണത്തിൽ സ്വജനങ്ങൾ, സ്വന്തം ആൾക്കാര്, അനിയനായിട്ടുള്ള ലക്ഷ്മണൻ, സ്വന്തം സ്നേഹിതന്മാര്, സ്വന്തം സൈന്യങ്ങളെല്ലാം ചുറ്റപ്പെട്ട അങ്ങനെ ശ്രീരാമചന്ദ്രൻ അവിടെ വിരാജിച്ചു. ദേവഗണങ്ങളാൽ വിരാജിക്കപ്പെട്ട മഹേന്ദ്രനെ പോലെ. വൃത്രരാസനെ കൊന്ന സമയത്ത് ദേവഗണങ്ങളൊക്കെ ചുറ്റും കൂടി. അതാ സമയത്തുള്ളൊരു ധ്യാന ശ്ലോകമാണ് നമ്മൾ അനുസ്മരിക്കാറുള്ളത്. ഹത്വായുദ്ധേ ദശാസ്യം ത്രിഭുവന വിഷമം. ത്രിഭുവന വിഷമനായ ദശാസ്യനെ കൊന്ന് ശ്രീരാമചന്ദ്രൻ ആ നിൽപ്പ്. വാമഹസ്തേന ചാപം, ഇടത്തെ കയ്യിൽ വില്ല് പിടിച്ചിട്ടുണ്ട്. ഭൂമാവഷ്ടഭ്യ, ഭൂമിയിൽ അങ്ങനെ കുത്തി പിടിച്ചിട്ടുണ്ട് വില്ല്. തിഷ്ഠൻ ഇതരകരധൃതം ഭ്രാമേൻ ബാണമേകം, വലത്തെ കയ്യിലൊരു ബാണം എപ്പോൾ വേണമെങ്കിൽ പ്രയോഗിക്കാം. പ്രയോഗിച്ചു കഴിഞ്ഞുവെങ്കിലും ഒന്നുകൂടിയും പിടിച്ചങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ രക്തോപാന്ത നേത്ര, ഇതുവരെയുള്ള യുദ്ധം കൊണ്ട് 28 ദിവസത്തെ യുദ്ധം കൊണ്ട് മുഖം കലങ്ങിയിട്ടുണ്ട്. ശരദളിത ബബു, ശരീരം മുഴുവൻ ശരങ്ങളെ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട്. കോടി സൂര്യപ്രകാശ, കോടി സൂര്യപ്രകാശമുണ്ട്. വീരശ്രീ ബന്ധുരാംഗ, വീരശ്രീ കൊണ്ട് അങ്ങനെ ഭംഗി ഉള്ളതാണ് അദ്ദേഹത്തിന്റെ ഓരോരോ അവയവങ്ങളും. അങ്ങനെയുള്ള ത്രിദശപതിനത, ഇന്ദ്രൻ പോലും വന്ന് സ്തുതിക്കും. അങ്ങനെയുള്ള വീരരാമൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾക്ക് ഈ സർഗം ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. എല്ലാവരെയും വീരരാമൻ രക്ഷിക്കട്ടെ, രാമന്റെ സ്മരണം പോലും നമുക്ക് എന്നും ഉണ്ടാവട്ടെ. ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പലപ്പോഴും ഉത്സവത്തിൽ ഇതാണ് ഈ കൂത്തും ഒക്കെ ആയിട്ട്, പാവക്കൂത്തൊക്കെ രാവണവധം വരെയാണ്. രാവണവധം 7-ാം ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഉത്സവം തുടങ്ങുക. ഭദ്രകാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളതാണ് രാവണവധം കേൾക്കല്. അങ്ങനെ വീരതയുടെ ഏറ്റവും പരമമായ ഒരു സ്വരൂപമാണ് വീരശ്രീ ബന്ധുരാംഗ. ആ വീരരാമൻ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ.